നിന്റെ തീരുമാനം എന്താണ് ആദി? സത്യം പറഞ്ഞൊക്കെ കേട്ടിട്ട് നിനക്കിതിലൊന്നും പറയാനില്ലേ? അജുവിന്റെയാണ് ചോദ്യം. ആദിയുടെ റൂമിന്റെ ബാൽക്കണിയിലായി നിൽപ്പാണ് ഇരുവരും. ഒന്നും സംഭവിക്കാത്ത പോലെയുള്ള ആദിയുടെ പെരുമാറ്റം അജുവിൽ ചെറുതല്ലാത്തൊരു അത്ഭുതം തീർത്തു. സത്യം പറഞ്ഞറിഞ്ഞൊന്നും അവനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാത്ത പോലെയാണ് ആദിയുടെ നിൽപ്പ്. അവൻ മനസ്സിൽ കണ്ടിരിക്കുന്ന എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അജുവിന് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ വാക്കുകൾക്കെല്ലാം വല്ലാത്ത ക്ഷാമമേറിയതുപോലെ, ഇതുവരെ ഇല്ലാത്തൊരു തടസ്സമുണ്ടായതുപോലെ. എന്താ നിനക്കറിയേണ്ടത്? മീരമോളുടെ കാര്യം. അവളുടെ കാര്യത്തിൽ അറിയാൻ മാത്രം എന്താ ഉള്ളത്? ഷീസ് മൈ വൈഫ്, മൈ ലൈഫ്. അവൾ എന്റെയാ. അതിൽ കൂടുതൽ നിനക്ക് എന്താണ് അറിയേണ്ടത്? അല്ലടാ, അവിടെ ബ്രദേഴ്സ്. ഈനഫ് അജു, അവൾക്ക് ആരുമില്ല, ആരും വേണ്ട. മനസ്സിലായല്ലോ നിനക്ക്? ഇത്തവണ പതിവിലൊന്ന് ഉയർന്നു പോയിരുന്ന ആദിയുടെ ശബ്ദം വല്ലാത്തൊരു ഭാവനിൽ നിറയുന്നു അജുവിന് മനസ്സിലായി. തീർത്തും വന്യമായ ഭാവം. നമ്മുടെ കുടുംബത്തിലുള്ളവർ അങ്ങനെ തെറ്റിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആദി? അവരാരും അറിയാതെ ഹോസ്പിറ്റലിലെ മറ്റാരെങ്കിലും ഒരു ബിസിനസ് ആകുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണ് അജു. ആദി ഒരു ജീവനാണ് ആദി. അതിനെ തുടർന്ന് 2 കുടുംബങ്ങളാണ് ഇല്ലാതായത്. ഇത്ര നിസ്സാരമായിട്ട് നിനക്കത് പറയാനായോ? ഒന്നിനെയും കൂസാതെയുള്ള ആദിയുടെ മറുപടികൾക്ക് അറിയാതെ ചോദിച്ചു പോയിരുന്ന അജു. ആദി ഒന്ന് ചിരിച്ചു, പല അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പുഞ്ചിരി. ദാറ്റ്സ് ഇറ്റ് അജു, നിസ്സാരമായ ഒന്നല്ലെന്ന് നീ തന്നെ പറഞ്ഞു. അതിൽ കൂടുതൽ ഇതിന് ഞാൻ എന്തു പറയാനാ? പിന്നെ നഷ്ടപ്പെട്ടവർ അതിന് കാരണക്കാരെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചു കാണും. ഒരിക്കലും കേവലം ഒരു സംശയത്തിന് പുറത്ത് ഇത്രയും വലിയൊരു കാര്യം ആരും പറയില്ല. അതി നീ ആർക്കൊപ്പാ? നമ്മുടെ കുടുംബം. ഇവിടെ ഞാൻ വെറും ഒരു താമസക്കാരൻ മാത്രമായിട്ട് വർഷങ്ങൾ കഴിയുന്നു അജു. അതിൽ ഇനിയൊരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ ഈ നിമിഷം വരെ ഈ ഇൻസിഡന്റുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതെന്നെ ബാധിക്കുന്ന കാര്യവുമല്ല. എന്നുവെച്ചാ നീ ഇത്... അജു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആദ്യ ഒരു ചിരിയോടെ തിരിഞ്ഞടന്നു. ആ ചിരിയുടെ പുറകിൽ അവൻ ഒളിപ്പിച്ചു വെച്ച അർത്ഥം മനസ്സിലാക്കിയതും മിഴികൾ ഇറുകെ അടച്ചുകൊണ്ട് ചുമരിലേക്ക് ചാഞ്ഞു നിന്നവൻ. ഇതുവരെ ഇതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ നാളെ മീരറിയുന്ന നിമിഷം, അവൾ ഇതെല്ലാം വേദനിപ്പിച്ചു തുടങ്ങുന്ന നിമിഷം, ഈ പ്രതികാരമെല്ലാം ആദിയുടെ മാത്രമായിരിക്കും. ആദി പറയാതെ പറഞ്ഞു പോയൊരു സത്യം. ഒന്നും ചെയ്യാനാവില്ല മോളെ. ആദിയുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കുക ആ പെണ്ണ്. ആദിനെ അവനിൽ നിന്ന് അകറ്റുന്ന അത്ര എളുപ്പാവില്ല. മാധവൻ റൂമിന്റെ ബാൽക്കണിലായി നിന്നുകൊണ്ടുള്ള ഫോൺ വിളിയിലാണ്. ഇപ്പുറം അയാൾ പറയുന്നെല്ലാം കേൾക്കെ നിശബ്ദമായിരുന്നു. കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത പോലെ തോന്നി അയാൾക്ക് ആ നിമിഷത്തെ. ദയമോളെ. തെല്ലൊരു ഭയത്തോടെ അയാൾ വീണ്ടും വിളിച്ചു നോക്കിയതും വലിയൊരു ശബ്ദത്തോടെ എന്തോ വീഴുന്ന ശബ്ദം കേൾക്കെ മാധവൻ തന്റെ മിഴികൾ ഇറുകെ അടച്ചു. ആദ്യം എന്റെയാ, എന്റെ മാത്രം. വല്ലാത്തൊരു മുരൾച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൾ കോള് കട്ട് ചെയ്യുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന എന്തായിരിക്കുമെന്നോർക്കെ മാധവന്റെ മുഖത്ത് ചെറുതല്ലാത്ത ഭയം നിറഞ്ഞു. അപ്പു ഇങ്ങ് വാ. ആദിയുടെ വിളി കേട്ടതും അടുക്കളയിൽ അമ്മമാർക്കൊപ്പം ഇരിക്കുന്നവൾ ചാടി എഴുന്നേറ്റ് അവരെല്ലാം നോക്കി. മീരമോൾ അപ്പു എന്നാണ് വിളിക്കണേ? ആദ്യേട്ട മാത്രം. സുധാമ ചോദിച്ചതും മുഖം കുനിച്ച് പതിയെ പറഞ്ഞ മറുപടി ഇതാണ്. മൂവരും തെല്ലൊരു കൗതുകത്തോടെ അവളെ നോക്കി നിന്നുപോയി. ആദ്യം മാത്രമേ അങ്ങനെ വിളിക്കാവൂ എന്നുള്ള നിർബന്ധമാണ് അവൾക്കെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. തങ്ങളാരെങ്കിലും ഇനി വിളിച്ചാലോ എന്നുള്ള ഭയത്തിൽ പെണ്ണിന് അതാണ് പറയാനുണ്ടായിരുന്നത്. ചെല്ലുമോളെ, ആ വിളിക്കുന്നു. ആദി വീണ്ടും വിളിച്ചതും സീതാമ്മ പറഞ്ഞു. അത് കേൾക്കെ നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പാഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഏടത്തി, നമ്മുടെ ആദിക്ക് തന്നെയാ ഈ പാവക്കുട്ടി ചേരുന്നത്. അവളെ സംരക്ഷിക്കാൻ, അവൾക്ക് കരുതൽ നൽകാനും അവനെ പോലെ ഒരാൾ തന്നെ വേണം. പോലെയല്ല സുധേ, അവൻ തന്നെ വേണമെന്ന് പറ. സുധാമ പറഞ്ഞു നിർത്തിയതും അതിനെ ചെറുതായി ഒന്ന് തിരുത്തിക്കൊണ്ടായിരുന്നു ഗീതാമ്മയുടെ മറുപടി. മൂവരും നിറഞ്ഞ മനസ്സോടെ ഒന്ന് പുഞ്ചിരിച്ചു. ഓടിത്തളർന്നു എന്റെ കിളിക്കുഞ്ഞ്. താഴോട്ടിറങ്ങാൻ തുടങ്ങിയതും ഓടി വന്നവളെ ഒന്നാകെ എടുത്തുയർത്തി നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ടാണ് അവന്റെ ചോദ്യം. മീര വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഗൗരവമേറെ നിറഞ്ഞേൽക്കുന്ന ആ മുഖത്ത് തന്നോടുള്ള പ്രണയം അവൾക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്താ പോറെ എന്റെ പെണ്ണെ, ആദ്യം ചിരിക്കില്ലേ? പതിയാണ് ചോദ്യം. മിഴികൾ വിടർത്തിക്കൊണ്ട് അവളൊന്ന് നോക്കിപ്പോയിരുന്ന ആദി. പിന്നെ ചിരിക്കാതെ? ചിരിക്കുമല്ല. എന്റെ അപ്പുവിനോട് എത്ര തവണ ഞാൻ ചിരിച്ചിട്ടുണ്ടടി. വേറൊന്നും ചോദിക്കാതൊന്ന് മൂളിയവൾ. അങ്ങനെ ഒരു ചോദ്യം വന്നതിന് അത്ഭുതമാണ്. എനിക്ക് നിന്നെ കടിച്ച് തിന്നാൻ തോന്നുക പെണ്ണെ, പിന്നെ തീർന്നു പോയാലെന്ന് വെച്ചാ. ആദി പതിയെ പറഞ്ഞതും ചിരിച്ചതും അവള് നേർത്തൊരു ചിരിയാലെ അവനെ നോക്കി. അടുത്ത നിമിഷം അവളൊന്നാകെ വാരിയെടുത്ത് തോളിലേക്കിട്ട് അവൻ അകത്തേക്ക് നടന്നു. ആദ്യം അവളുമായി റൂമിലേക്ക് കയറുന്ന കാണെ ആര്യം തന്നെ മുഷ്ടിരുട്ടി ദേഷ്യത്തോടെ തിരിഞ്ഞടന്നു. മീരയെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചാരിയിരുത്തിക്കൊണ്ട് അവൻ അവിടെ കവിളിൽ കവിൾ ചേർത്ത് വെച്ചിരുന്നു. ബാൽക്കണിയിലാണ് രണ്ടുപേരും. ബാക്കി എല്ലാവരും ഹാളിൽ പ്രാർത്ഥനയ്ക്കായി കയറിയ നിമിഷം തന്റെ കിളിക്കുഞ്ഞിനെയും കൊണ്ട് ആദ്യം വന്നത് ഇങ്ങോട്ടാണ്. സീതാമ്മ അവളെ പ്രാർത്ഥിക്കാനായി വിളിച്ചെങ്കിലും പെണ്ണിനെ വിട്ടില്ലെന്ന് മാത്രമല്ല, എല്ലാവരെയും ദേഷ്യത്തോടെ നോയിക്കൊണ്ട് അവളെയും വലിച്ചു പോകുന്നതാണ്. അപ്പു 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 എന്താ ആദ്യേട്ടാ? ആ
അങ്ങനെ ചോദിക്കണം എന്റെ കിളിക്കുഞ്ഞ്. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് മൂളിക്കൊണ്ട് സമ്മതം പറഞ്ഞു പെണ്ണ്. ആദ്യം അവളുടെ കവളിൽ ചുണ്ട് ചേർത്തൊന്ന് മുത്തി. എന്ത് രസാ പെണ്ണ് നിന്നെങ്ങനെ കാണാൻ, മതിയാവില്ലാട്ടോ എനിക്ക്, കുറേ ഉമ്മവയ്ക്കാൻ തോന്നുന്നു. കാതിൽ മുഖം അമർത്തി ചുംബിച്ചുകൊണ്ടാണ് ആ പറച്ചിൽ. പുളഞ്ഞുകൊണ്ട് തോളൊന്ന് വെട്ടിച്ചവൾ. ആദ്യം ഒന്നുകൂടി അവളെ പൊതിഞ്ഞു. കൈകൾ ഉടുത്തിരുന്ന ധാവണിക്കിടയിലൂടെ നഗ്നമായ വയറിൽ മുറുകി പിടഞ്ഞുകൊണ്ടൊന്ന് വിറച്ചു പോയവൾ. ഒരുക്കുപോലുള്ള കൈ അനുസരണയില്ലാതെ വയറിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. ആദ്യേട്ടാ വിറയലോടെയൊന്ന് വിളിച്ചതും പതിയെ മൂളിക്കൊണ്ട് അവിടെ കവളിൽ ചുണ്ടുകൾ അമർത്തി. എന്താടാ? കവളിൽ താടി ചേർത്തൊന്ന് ഉരസിക്കൊണ്ട് ചോദിച്ചതും ടിക്കിളി എടുത്തുകൊണ്ടൊന്ന് കുറിയവൾ അടുത്ത നിമിഷം ആദ്യം അവളെയും കൊണ്ട് ഫ്ലോറിലേക്ക് ചാഞ്ഞു. കണ്ണുമിഴിച്ച് നോക്കി കിടക്കുവാണ് പെണ്ണ്. ആദിയുടെ മിഴികൾ പ്രണയത്തോടെ അവളിൽ അലഞ്ഞു. അവന്റെ ഉടലും അവളോട് ചേർന്നു. വിറച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ കൈ ചുരുട്ടി പിടിച്ചു മീര. കിളിക്കുഞ്ഞേ. എന്തോ ഒന്ന് മൂളിക്കൊണ്ടുവന്നവൾ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ വേഗം വിളികേട്ടു. ആദ്യം ഒരു ചിരിയോടെ അവളെ നോക്കി നിന്നുപോയി. എന്തിനോ അറിയാതെ അവന്റെ കണ്ണു നിറഞ്ഞു. അവളിലെ നിഷ്കളങ്കത അവനിൽ വാത്സല്യത്തിനൊപ്പം പേരറിയാത്ത ഒരു നോവ് നിറച്ചു. നെറുകയിൽ ആഴത്തിലായി ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു ആദി. ഈ ചെകുത്താന്റെ കണ്ണു നിറക്കുന്നതും അവന്റെ കിളിക്കുഞ്ഞ് മാത്രമാണ്. നെറുകയിൽ നിന്ന് മുഖമുയർത്തി അവന്റെ അധരങ്ങൾ അവളുടെ മുഖത്തിന്റെ ഓരോ കോണിലും അലഞ്ഞു. ചുംബിച്ചും തഴുകിയുമെല്ലാം തന്റെ പ്രണയം അവൾ അറിയിച്ചുകൊണ്ടിരുന്നു. മീരയുടെ വിരലുകൾ അവന്റെ ഇടുപ്പിലും നെഞ്ചിലുമായി മുറുകി. ഓരോ നിമിഷവും തളർന്നു പോവുകയായിരുന്നു മീര. പ്രണയത്തിന്റെ മറ്റൊരു ഭാവം അവളെ പൂർണ്ണമായും തളർത്തി. ഹൃദയം പോലും അവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടക്കുന്ന പോലെ. കിതപ്പും ശ്വാസവും ഒരുപോലെ ഉയർന്നു. ശരീരത്തിന് തൂവലിന്റെ ഭാരം പോലും ഇല്ലാത്തൊരവസ്ഥ. ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കുന്ന പോലെ. ഏറെ നേരത്തിന് ശേഷം ആദ്യമൊന്ന് മുഖമുയർത്തി അവൾ നോക്കിയതും കണ്ടു. മിഴികൾ പാതി കൂമ്പി അടച്ച് കിടക്കുന്നവളെ. ചുവന്നു തൊടുത്ത അധരങ്ങൾ അല്പം വിടർന്നു നിൽക്കുന്ന കണ്ടതും ആദിയുടെ ഹൃദയം ഒന്ന് ആഞ്ഞിടിച്ചു. കൊതിപ്പിക്കുകയാണോ വേണ്ടേ? അവളിൽ നിന്ന് മുഖം തിരിച്ചു മാറ്റാനാവാതെ ആദ്യം അവളുടെ അധരങ്ങളൊന്നാകെ പൊതിഞ്ഞു നുണഞ്ഞു. ഉടലൊന്നാകെ വെട്ടിവറച്ച പോലെ മീരയൊന്ന് പിടഞ്ഞു. അധരങ്ങളൊന്നാകെ അവൻ കടിച്ചു നുണഞ്ഞു. അത്രമേൽ ദാഹിച്ചതുപോലെ. അവന് വിധേയപ്പെട്ട് ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽപ്പാണവൾ. പ്രാണൻ പോലും അവൻ കവർന്നെടുക്കുന്ന പോലെ. ഒടുവിലെപ്പോഴോ കിതച്ചുകൊണ്ട് അകലുമ്പോൾ അവളുടെ കുഞ്ഞുമാറിലായി മുഖമമർത്തി വെച്ച് കിതച്ചവൻ. മുന്നിലേക്ക് ഒരു പോലീസുകാരൻ നീട്ടിയ ഭക്ഷണപ്പൊതിയിലേക്ക് മിഴികൾ പായിച്ചിരുന്ന സത്യ. ആയുഷിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴും അയാൾ. ഒഫീഷ്യലായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്താത്ത കൊണ്ട് തന്നെ ഇന്റർവേഷൻ റൂമിൽ തന്നെയാണ് ഇപ്പോഴും. അഗ്നി വിളിച്ചു പറഞ്ഞതും മറ്റൊന്നും ചിന്തിക്കാതെ ആദിക്കൊപ്പം പോയതാണ് ആയുഷ്. ആ സമയം ഏട്ടനൊപ്പം നിൽക്കണമെന്ന് തോന്നിപ്പോയവന്. അതുകൊണ്ട് തന്നെ സത്യയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കാനുള്ള ക്ഷമയൊന്നും അവനുണ്ടായിരുന്നില്ല. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരെ അയാൾക്ക് കാവൽ നിർത്തിയിട്ടാണ് ആയുഷ് പോയത്. ഭക്ഷണപ്പൊതി തുറന്നു നോക്കിയതും സത്യയുടെ നോട്ടം ആദ്യം പോയത് അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വെളുത്ത പേപ്പറിലേക്കാണ്. ഏട്ടൻ ഇന്ന് തിരിച്ചെത്തുമെങ്കിൽ എന്നിട്ട് ഞങ്ങൾ അപ്പുവിനെ കൊണ്ടുവരാൻ പോവാ. ഒരു നിമിഷം അതിൽ എഴുതിയ വരികളിലേക്ക് നിർവികാരമായി ഒന്ന് നോക്കി നിന്നയാൾ. ആൻഷാണ് അത് എഴുതിയെന്ന് അയാൾക്ക് വ്യക്തമാണ്. മീരെ അവർക്ക് കാണാൻ പോലും സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക തോന്നിപ്പോയിരുന്ന സത്യയ്ക്ക്. അതിന് കാരണം ഒരുവനാണ്. അവന്റെ കണ്ണിൽ നിന്ന് താൻ നേരിട്ട് കണ്ട ഭ്രാന്താണ്. കീഴടങ്ങാനായി ഇവിടേക്ക് വരുമ്പോഴും സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോഴും അതിൽ നിന്ന് പ്രതീക്ഷിച്ചു പോയൊരു പ്രതികരണമുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ അച്ഛനും മുത്തച്ഛനും ചെറിയച്ഛനും അമ്മാവനും ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവനിലൊരു പതർച്ച പ്രതീക്ഷിച്ചിരുന്നു. തങ്ങളെ വെല്ലുവിളിച്ച് അവരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഒരുവനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കണ്ടത് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നുള്ള രീതിയിൽ ഇരിക്കുന്നവനെയാണ്. നിങ്ങളുടെ പകയും പ്രതികാരവുമെല്ലാം നിങ്ങളുടെ മാത്രം കാര്യമാണ്. അതിൽ എനിക്ക് യാതൊരു റോളുമില്ല. പക്ഷേ മീര, അവൾ എന്റെയാണ്, എന്റെ മാത്രമാണ്. തേടി വരരുത് ആരും. ഉറച്ച ശബ്ദത്തോടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നവനെ ഒരു പകപ്പോടെയല്ലാതെ സത്യക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. പ്രണയം കൊണ്ട് ഭ്രാന്തനായ ഒരു ചെകുത്താൻ. ആദിത്യവർമ്മക്ക് സത്യം നൽകിയ വിശേഷണമാണത്. രുദ്രനും ആൻഷു എത്തുന്ന നിമിഷം, മീര അവരെ തിരിച്ചറിയുന്ന നിമിഷം ആദ്യം എങ്ങനെ പ്രതികരിക്കുമെന്നതിൽ അയാൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. എന്ത് സംഭവിക്കുമെന്ന് ഇനി കാത്തിരുന്ന് കാണും. ഒരു നിശ്വാസത്തോടെ ഓർത്തുകൊണ്ട് അയാൾ ആ പൊതി തുറന്ന ആഹാരം കഴിച്ചു തുടങ്ങി. താൻ കഴിക്കാനായി അത് വാങ്ങിക്കൊടുത്ത ആൻഷാവുമെന്ന് അയാൾക്കറിയാം. ആരെയൊക്കെ കൊന്നു എന്ന് പറഞ്ഞാലും സത്യക്ക് സ്നേഹവും വാത്സല്യമാണ് വാസുദേവയ്യരുടെ മക്കളോട്. സൂര്യയെ പോലെ സ്നേഹമാണ് അവരോടും. അവരെതിർക്കില്ല സത്യ. അവർക്ക് വേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും.